ജീവിതം മുഴുവനും അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ഞാൻ പഠിച്ച ശാസ്ത്രം, വൈദ്യം, അതിൽ ഒരെണ്ണം പോലും പ്രഡിക്റ്റബിൾ എന്ന് പറയാനൊക്കെയല്ല. കാര്യം ഞാനൊരു ബേസിക്കലി ഒരു ക്ലിനീഷ്യനാണ്, പിന്നെ ടീച്ചർ. അതായത് ഞങ്ങൾ 100% തട്ടിപ്പോകുന്ന വെച്ച് അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർ കോൾ ഇറ്റ് ബൈ എനി നെയിം അഗെയിൻ, പ്രാർത്ഥന, ദൈവം നമ്പുരാൻ, കരുണ, ഹെൽപ്പ്, എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, സുന്ദരമായിട്ടൊരു പോകാറുണ്ട്. ജ്യോതിഷത്തിൽ വിശ്വാസം വന്നോ? എനിക്ക് ജ്യോതിഷത്തിൽ ഞാൻ അവിടെയൊന്നും പോകാറില്ല. വിശ്വാസമില്ല, വിശ്വാസക്കേടുമില്ല. പോകാത്തതെന്ന് വെച്ചാൽ വെറുതെ പേടിക്കുന്നതിനാണ്. നമുക്ക് സംഭവിക്കാനുള്ളതെല്ലാം ഉറപ്പായിട്ട് ഒരു വ്യത്യാസം വരാതെ സംഭവിച്ചിരിക്കും. അപ്പോൾ പിന്നെ ഇപ്പോഴേ അറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അത് വിധി ആണോ വിശ്വാസം? Call it by any name, it is a predetermined affair. എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. എനിക്കത് വിളിക്കാൻ ഇഷ്ടം ജെനറ്റിക്സും എപ്പിജെനറ്റിക്സെന്നും ഉള്ള സാധനമാണ്. അച്ഛൻ 85-ലാണ് പോയത്, അമ്മ 87. അപ്പോൾ എനിക്കറിയാം, ഞാനും ഒരു എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞ ആളാണ്. 85 കഴിഞ്ഞു. അത് ജെനറ്റിക്സ്. ഈ എപ്പിജെനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഭവിക്കുന്ന, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും. ജെനറ്റിക്സിനെ മാറ്റിമറിക്കാൻ വരെ പ്രാപ്തമാണ്. ഈ രണ്ടുമാണ്. കോൾ ഇറ്റ് ബൈ എനി നെയിം. ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഈ നേച്ചറും നേച്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസമാണല്ലോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ജീൻസ് മാറും. ജീൻസ് അല്ല മാറുന്നു. ഉദാഹരണം, ജെനറ്റിക്സ് അനുസരിച്ച് ഞാനൊരു 95 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ഒരു ടെലോമിയറൊക്കെ ഉള്ള ആളാണെന്ന് വെച്ചോളൂ. ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്യും, നടക്കാൻ പ്രയാസമുണ്ടെങ്കിലും. ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ക്രിക്കറ്റിനെ കൊണ്ട് ഇടിക്കണമെന്ന് വെച്ചാൽ ഇടിച്ചത് തന്നെ. ചരിത്രകാലം മുതലേ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ മനസ്സെന്ന് പറയുന്ന സംഭവം എവിടെയായിരിക്കുന്നത്. I wish I know. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സംഭവം ഉണ്ട് എന്നുള്ളത് ആർക്കും ഇല്ല. The thing is, again, ഒരു കഥ കൂടെ പറഞ്ഞുതരാം. You push me to tell the story, that's the problem. Anyway, the surgeon who did nearly 1,000 brain surgery in one of the greatest hospitals in the world was an American who was not given any facilities, so he went to Canada and started the MNI, one of the greatest institutions of neurological sciences in the world, Montreal Neurological Institute. അയാൾ 1000 സർജറി കഴിഞ്ഞതിന് ശേഷം അയാൾ അവസാനം പിരിഞ്ഞെന്നേ അയാൾ പറഞ്ഞ ഒരു സങ്കടമുണ്ട്. ഹാവിങ് ഡൺ ദിസ് മച്ച്, അയാളാണ് ആൾക്കാരുടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ പാട്ട് കേൾപ്പിച്ചതും പാട്ട് പാടിച്ചതും പാട്ട് ഓർമ്മിപ്പിച്ചതും ഓർമ്മ കളഞ്ഞതും എല്ലാം അയാളാണ്. ആഫ്റ്റർ ഹാവിങ് ഡൺ ദിസ് മച്ച് ഓഫ് തിങ്, ഐ ഡു നോട്ട് നോ വേർ ദ ഹെക്ക് the stuff called mind situated. അയാളൊരു പുസ്തകമുണ്ട്, worth reading by anything, No Man Alone. അയാൾ മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അത് തീർത്തു. പബ്ലിഷ്ഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്, posthumous, No Man Alone. എനിക്ക് തോന്നുന്നു the only copy of No Man Alone available should be with me here, at least in this part of the world, in Kerala. സർ, അടുത്തത് ഒരു കുറച്ചുകൂടെ സില്ലി ആയിട്ടുള്ളൊരു സംശയമാണ്. അതായത് സാർ നേരത്തെ
ബ്രെയിൻ ടേക്കിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു. ബ്രെയിൻ ടേക്കിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു. ബ്രെയിൻ ഹാസ് ഗോട്ട് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. അതായത് ഈ ഇൻഡിവിജ്വലിന്റെ ഒരു കോൺഷ്യസ്നസ് അല്ലാതെ ഡസ് ദ ബ്രെയിൻ ടേക്ക് ഇറ്റ്സ് ഓൺ ഡിസിഷൻ? സത്യമായ ഉത്തരം എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഈ ചങ്ങാതി പെൻഫീൽഡ് എന്നാണ് അയാളുടെ പേര്. അയാൾ കൊണ്ടുവന്നൊരു തിയറി, ഇയാൾ മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ എന്തുകൊണ്ട് കാണുന്നു എന്ന്. മുമ്പ് വിചാരിച്ചിരുന്നത് ഈ കണ്ടതെല്ലാം ഓക്സിപിറ്റൽ ലോബിലെ V1 ഏരിയയിൽ ചെന്ന് അത് ഏതാണ്ടൊരു സ്ക്രീൻ പോലെയായി അതിലെ ചിത്രങ്ങളുണ്ടായി. അടുത്ത ചോദ്യം, ആ ചിത്രങ്ങളുണ്ടായാൽ പോലല്ലോ ആരെങ്കിലും കാണണ്ടേ? അതിന് ഈ ചങ്ങാതി പെൻഫീൽഡ് പറഞ്ഞൊരു സാധനം, ഹോമങ്കുലസ് എന്നൊരു സാധനം, നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചു മനുഷ്യൻ. കോൺസെപ്റ്റ് അഗെയിൻ നിങ്ങളുടെ വൈദ്യം തന്നെ, അന്തർയാമി അകത്ത്. ഇത് കൊണ്ടേ പറഞ്ഞു വെച്ചാണ് ഇപ്പോഴും ഇയാൾ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു അന്തർയാമിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരുപാട് ഡിസെക്ട് ചെയ്ത് നോക്കിയിട്ടും ഇത് കാണുന്നു എന്നാണ് വയ്പ്പ്. ബട്ട് ദ തിങ് ഈസ് ബ്രെയിൻ ഓഫ് ഇറ്റ്സ് ഓൺ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് തന്നെയാണ് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ മുന്നറിവ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി രണ്ടും കൂടി ചേർന്ന ഒരു പരിപാടി. അഗെയിൻ എൻ്റെ ലക്കുകൊണ്ട് ഈ സ്റ്റഡീസ് ഒരുപാട് ചെയ്തത് യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ശ്രീമതി ഉണ്ടായിരുന്നു, പെട്രീഷ്യ എന്നാണ് അവരുടെ പേര്. മുഴുവൻ പേര് പെട്രീഷ്യ ഗോൾഡ്മാൻ റാക്കിക് എന്നാണ്. This lady died of a car accident at the age of 60 or so, just in front of the Yale University. അവർ ഫുൾട്ടൺ എന്നൊരാളുടെ റിസർച്ചുകൾ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അവർ പറഞ്ഞു വെച്ച പലതും ഇന്നും അങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ ശകലം പാടാൻ. ഇവർ പറഞ്ഞത്, അവർ പറഞ്ഞ ഒരു വഷളായൊരു സാധനം, ഇടയ്ക്കത് പറയായിരുന്നു എനിക്കൊരു സുഖമില്ല, അതുകൊണ്ട് പറയുന്നു. നമ്മൾ ഈ പ്രസൻറ്റ് എന്ന് പറയുന്ന സാധനം, വർത്തമാനം, ഈ സെക്കൻഡ്, അക്കോർഡിംഗ് ടു പെട്രീഷ്യ, അക്കോർഡിംഗ് ടു ന്യൂറോഫിസിയോളജി, ഇറ്റ് ഈസ് പാസ്റ്റ്. കാര്യം എൻ്റെ വായിൽ നിന്ന് ഒരു വാക്കങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻസറി ഇമ്പൾസസ് ഇത് അപ്ലോഡ് ചെയ്ത് അത് ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് തരുന്നതിനുള്ള താമസം ഒരു 200-300 മില്ലി സെക്കൻഡാണ്. അതായത് നിങ്ങൾ കേട്ടത് ഫാസ്റ്റാണ്, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഊഹിക്കാൻ പറ്റും. അതാണ് അടുത്ത തമാശ. അവിടെയാണ് പെട്രീഷ്യ പറഞ്ഞത്. അതായത് ദ ഫ്രോണ്ടൽ ലോബ് ഓഫ് ദ ബ്രെയിൻ ഡിസൈഡ്സ് what is the next word which is likely to come from me, the next person. Will you believe? ഇയാൾ വിചാരിക്കുന്ന സാധനം എൻ്റെ മനസ്സിൽ കൂടി അറിയാതെ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? യെസ്, പറ്റും. ഇറ്റ് ഇസ് കോൾഡ് തിയറി ഓഫ് മൈൻഡ്. അതായത് എമ്പതി എല്ലാം കൂടിയ കാര്യം. ദ തിങ് ഈസ് ഇറ്റ് ഈസ് പോസിബിൾ. മൈൻഡിനെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ സോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഐ വിഷ് ഐ നോ. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. നോക്കൂട്ടി, ഞാൻ വിചാരിച്ച ആരും കെയർ ചെയ്യില്ല എന്ന്. ബട്ട് ദെൻ പീപ്പിൾ ഡിഡ്. ഒരുപാട് പറയേണ്ടി വരും. ഏക നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല സൗകര്യമുണ്ടെങ്കിൽ, തോന്നുകയാണെങ്കിൽ ഐ വിൽ സജസ്റ്റ് ഞാൻ എന്ന ഭാവം മെനക്കെട്ട് എഴുതിയാണ്. 8-10 കൊല്ലം മെനക്കെട്ടിരുന്ന് എഴുതിയാണ്. ഇത്
നോട്ട് പൈങ്കിളി പുസ്തകമേ അല്ല, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ യു വോണ്ട് ബിലീവ്, അമ്മാതിരിയുള്ള മലയാളികൾക്ക് 1.5 കൊല്ലം കൊണ്ട് 5 എഡിഷൻ എന്ന് വെച്ചാൽ മോശമല്ലാത്തൊരു ഇതാണ്. നല്ല വിലയുണ്ട്, നല്ല വലിപ്പമുള്ള പുസ്തകമാണ് ഞാൻ എന്ന ഭാവം. വാട്ട് ഐ ട്രൈ ടു സ്റ്റാർട്ട് വാസ്, ഇയാൾ ചോദ്യം, ദ ഫീലിംഗ് ഓഫ് സെൽഫ്ഹുഡ്. അത് 3500 മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇതുവരെയുള്ള ആ ഒരു കഥ. ഞാൻ എന്ന ഭാവം, ഞാൻ ഒരു മനുഷ്യൻ കെയർ ചെയ്യില്ല എന്നാണ് കരുതുന്നത്. ഐ എം ഹാപ്പി ദറ്റ് പീപ്പിൾ ഡിഡ് കെയർ. ഡോക്ടർ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവര് ഉള്ളിൽ കോൺഷ്യസ് ആണോ? അവരറിയുന്നുണ്ടോ ചുറ്റും എന്താ നടക്കുന്നതെന്ന്? ഇല്ല, 2 തരത്തിലും വരാം. ദർ ഇസ് സച്ച് എ തിങ്. നിങ്ങൾ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റേജ് ഒരു മിനിമലി കോൺഷ്യസ് സ്റ്റേറ്റ്. 2, ഇതിനേക്കാളും കഷ്ടം അനങ്ങാൻ വയ്യാതെ ഒരു ശരീരത്തിലെ ഒരു മസിൽ പോലും പ്രവർത്തിക്കാതെ കിടക്കുന്ന അൺകോൺഷ്യസ് എന്ന് പൊതുവിൽ പറയാവുന്ന പക്ഷേ കോൺഷ്യസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. ദിസ് ഇസ് കോൾഡ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. അതായത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു കേടുണ്ടാകുകയാണെങ്കിൽ they are unable to move a single muscle of the body excepting those of the eyes. And ഇത് ആദ്യം പറഞ്ഞത് അഗെയിൻ ഒരു റൈറ്ററാണ്, അലക്സാണ്ടർ ദൂമാസ്. പുസ്തകം ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ. അതിൽ 120-130 കൊല്ലത്തിന് മുമ്പ് ആശാൻ അടിച്ചുവിട്ട സാധനം ഇയാൾ കണ്ണുകൊണ്ട് മാത്രം കൊച്ചുമകളോട് വർത്തമാനം പറയുന്ന ഒരു ആളെ വെച്ചിട്ടുണ്ട്. അത് കഥയായിട്ട് വെക്കുകയാണെങ്കിൽ അല്ല, ഞങ്ങൾ കാണുന്നതാണ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. പക്ഷെ അതുകൊണ്ട് കഥ എഴുതിയ ഒരാളുടെ സാധനം ഞങ്ങൾ ആദ്യം കാണുകയാണ്. പുസ്തകം ദ ഡൈവിംഗ് ബെൽ ആൻഡ് ദ ബട്ടർഫ്ലൈ, ഡൊമിനിക് ബോബി.